ഓപ്പോ A80 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ A80 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.6 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ഈ ഫോണിൽ വന്നേക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഫോണിൽ HD റെസൊല്യൂഷനെ വരാൻ ചാൻസ് ഉള്ളൂ, ഫുൾ HD റെസൊല്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. അത് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പിന്നെ LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് 1000 nits വരെ വന്നേക്കാം. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നതായിരിക്കും. പക്ഷേ ഫുൾ HD റെസൊല്യൂഷൻ ഇതിൽ വരാൻ ചാൻസ് ഇല്ല. അത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. IP54 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഇനി ഈ പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6300 എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരിക. ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത ബേസിക് ആയിട്ടുള്ള ഒരു 5G പ്രോസസറാണ്. 5G സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ 8GB റാമും 256GB ഇന്റേണലും വന്നേക്കാം. LPDDR4X റാമും അതുപോലെ തന്നെ UFS 2.2 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരാൻ ചാൻസ് ഇല്ല, സിംഗിൾ സ്പീക്കർ ആയിരിക്കും ഈ ഫോണിൽ വരിക. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള കളർവൈസ് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 MP മെയിൻ ക്യാമറ സെൻസറും അതുപോലെ തന്നെ 2 MP ഒരു സെൻസറും ഇതിൽ വരുന്നതായിരിക്കും. അതും ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഫ്രണ്ടിൽ 8 MP ഒരു സെൽഫി ക്യാമറയും വന്നേക്കാം. അപ്പം തിരക്കില്ലാത്ത ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഇതിൽ വരിക. ഈ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5100 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നതായിരിക്കും. അത് അത്യാവശ്യം തിരക്കില്ലാത്തുള്ളൊരു ചാർജിങ് സ്പീഡൊക്കെ തന്നെയാണ്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കില്ലാത്തുള്ളൊരു ബാറ്ററി സെറ്റപ്പ് ഒക്കെ ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന്റെ യൂറോപ്യൻ മാർക്കറ്റിലെ വില 249 യൂറോസ് ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ. പിന്നെ പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുമ്പ് ചൈനീസ് മാർക്കറ്റിൽ ഓപ്പോ A3 വൈറ്റാലിറ്റി എഡിഷൻ എന്നുള്ളൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോണ് ആ ഫോണിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷനാണ്. അപ്പം ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യയിലും ചിലപ്പം ഈ ഫോൺ ലോഞ്ച് ചെയ്തോളണം എന്നില്ല. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഓപ്പോ A3X 5G എന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോണിലും ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. സെയിം പ്രോസസ്സറും സെയിം ഡിസ്പ്ലേയും സെയിം ബാറ്ററി ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആകെ ക്യാമറയുടെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ബാക്കി സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. അപ്പം ഈ ഒരു ഫോൺ ഇനി സെപ്പറേറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തോളണം എന്നില്ല. ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ഈ ഫോണിന്റെ വില ഇന്ത്യൻ മാർക്കറ്റിൽ 22,000 രൂപ പ്രൈസ് റേഞ്ചിലൊന്നല്ല വരുന്നത്. ഇപ്പം ഓപ്പോ A3X 5G എന്ന സ്മാർട്ട് ഫോൺ 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത ആവറേജ് ആയിട്ടുള്ള ഒരു ഓഫ്ലൈൻ ഫോണാണ് എന്ന് പറയാവുന്നത്. അത്ര മികച്ച ഫീച്ചേഴ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ആവറേജ് ആയിട്ടുള്ള ഒരു ഓഫ്ലൈൻ ഫോൺ എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണാണ്. എന്തായാലും ഓപ്പോ A80 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ വരുന്നതുകൊണ്ട് തന്നെ ചിലപ്പം വില കുറച്ചൊന്ന് കൂടിയേക്കാം. ഒരു 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരെ ഈ ഫോണിൻ്റെ വില എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ.